ഹലോ ഡേഡീസ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് നമുക്ക് വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ നോക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റ് മൂന്നും റെഡിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചു. US മാർക്കറ്റ് ഫ്ലാറ്റാണ്, പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. US ഇന്നലെ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ ഉണ്ടായിരുന്നു. തൊഴിലില്ലാത്ത ആളുകൾ അവരുടെ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ആ ഒരു ജോബ്ലെസ് ക്ലെയിമിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടിയും US സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പലിശ നിരക്ക് വർധനവ് ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് പലിശ നിരക്ക് കുറയ്ക്കാനായിട്ട് കാരണമാകും എന്നുള്ളത് ആണ് US മാർക്കറ്റിൽ ഇന്നലെ ഉണ്ടായിരുന്നൊരു പോസിറ്റീവ് ന്യൂസ്. കൂടാതെ തന്നെ ആപ്പിളിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം തന്നെ അമേരിക്കയിലേക്ക് ഇറക്കുമതി സംബന്ധിച്ചിട്ടുള്ളത്. അത് താൽക്കാലികമായി പോസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആപ്പിൾ സ്റ്റോക്കിന് ഗുണകരമായിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് ഒട്ടുമിക്ക ഏഷ്യൻ മാർക്കറ്റും അവധിയാണ്, ന്യൂ ഇയർ കാരണം. ഓപ്പൺ ആയിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. US ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. FIC ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ കനത്ത ബൈയിങ് നടത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 4000 കോടിക്ക് മുകളിൽ ബൈ നടത്തി എന്നുള്ളതാണ്. വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $1.5 ഉയർന്ന് $2066 പെർ ഔൺസ് എന്ന നിലയിലാണ് ഉള്ളത്. ആദ്യ ബാച്ചിൽ കാണാം ഓസ്ട്രേലിയ റെഡിലാണ്. ചൈന, കൊറിയ മാർക്കറ്റുകൾ ഓപ്പൺ അല്ല. ജപ്പാൻ മാർക്കറ്റ് റെഡിലാണ്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റ് റെഡിൽ അടച്ചു. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനിൽ അടച്ചു. ബിറ്റ്കോയിൻ $1155 ഒരു ഇടിവ്. ബൈനാൻസിനൊക്കെതിരെ കുറച്ച് കേസുകളൊക്കെ വന്നിട്ടുണ്ട്, അതാണ് ഇത്ര വലിയ ഇടിവ്. ഇന്ത്യ വിക്സ് ഇന്നലെ 2.5% ഫോൾ ഉണ്ടായി 15. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റാണ്. ഡോ ജോൺസ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. നാസ്ഡാക്ക് ഫ്ലാറ്റായിരുന്നു. US വിക്സ് ഇന്നലെ അതിശക്തമായ രീതിയിലേക്ക് ഉയർന്ന് 18.26 എന്ന നിലയിലേക്ക് എത്തി. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് ഒരു ഫ്ലാറ്റായ ക്ലോസിംഗ് നടത്തി. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള കമ്പനീസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. വിപ്രോയും ICICI ബാങ്കും HDFCയും ടാറ്റ മോട്ടോഴ്സും ഡോക്ടർ റെഡ്ഡിയും റിലയൻസും എല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. USലെ മേജർ ടെക്നോളജി കമ്പനീസിൽ കാണാം നെറ്റ്ഫ്ലിക്സ്, ഇന്റൽ, ടെസ്ല റെഡിലടച്ചു. ഗൂഗിളും റെഡിലടച്ചു. എന്നാൽ മറ്റുള്ള ടെക്നോളജി കമ്പനീസിലെല്ലാം തന്നെ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ FISൻ്റെ ആക്ടിവിറ്റീസിൽ അതിശക്തമായ രീതിയിൽ അവർ 70% ലോങ് പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് പൊസിഷൻ 30% കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ 70% ഏറെ നാളുകൾക്ക് ശേഷമാണ് അവർ ലോങ് പൊസിഷൻ കീപ്പ് ചെയ്യുന്നത്. ഇനി ക്യാഷ് മാർക്കറ്റിൽ FIS 4358 കോടി രൂപയ്ക്ക് ബൈ നടത്തി. DIS 136 കോടി രൂപയ്ക്ക് ബൈ നടത്തി. ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ ആഭ്യന്തര വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബൈയിങ്ങാണ് നടത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ലൈം ലൈറ്റിലുള്ള സ്റ്റോക്കുകളുടെ ന്യൂസുകൾ നോക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക് 7500 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ. സാറ്റിൻ ക്രെഡിറ്റ് കെയർ കമ്പനി ഇവർ കർണാടക ബാങ്കായിട്ട് കൊളാബറേറ്റ് ചെയ്ത് മൈക്രോ ഫിനാൻസ് ലോണുകളെല്ലാം തന്നെ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരു കമ്പനികളും ധാരണയായിട്ടുണ്ട്. റെയിൽടെൽ കോർപ്പറേഷൻ 120 കോടി രൂപയുടെ റെയിൽവേ സംബന്ധമായ ഓർഡർ സൗത്തേൺ സെൻട്രൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് കിട്ടി. ആദിത്യ ബിർള ഫാഷൻ ഇവർ ഫൈനസ് ഇൻ്റർനാഷണൽ ഡിസൈൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഉള്ള നിക്ഷേപം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ന്യൂസ്. ഇൻഫോ എഡ്ജ് നോക്കിരിയുടെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സാണ്. ഇൻഫോ എഡ്ജ് അവർ 25 കോടി രൂപ ഇവരുടെ തന്നെ സബ്സിഡിയറി ആയിട്ടുള്ള സ്വാം ഡിജിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ICICI ലോംബാർഡ് കമ്പനി GST കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് 1728 കോടി രൂപയുടെ GST ഡിമാൻഡും 172 കോടി രൂപയുടെ പെനാൽറ്റിയും കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട് മെർക്കൻ്റെ ബാങ്ക് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ അവർ 2 പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു. ഇന്നോവ ക്യാപ്റ്റാബ് ഫാർമ കമ്പനിയാണ് ഇന്ന് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും. ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത് 448 രൂപയായിരുന്നു. ലെമൺ ട്രീ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി രംഗത്തെ ലീഡിംഗ് കമ്പനിയാണ്. ഉത്തരാഖണ്ഡിൽ അവർ പുതിയ ഹോട്ടൽ റൂമുകളെല്ലാം തന്നെ അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. RPP ഇൻഫ്ര 37 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. UPL
ഇവരുടെ സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള UPL അറേബ്യയിൽ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് കമ്പനി തീരുമാനിച്ചു എന്നുള്ള ന്യൂസ്, മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടാകും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. അപ്പോൾ സെൻസെക്സിൻ്റെ എല്ലാം തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുന്ന ലിങ്ക് ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. ഈ ഒരു വർഷത്തെ ഏറ്റവും അവസാനത്തെ ഒരു ട്രേഡിംഗ് ഡേ ആണ് ഇന്നുള്ളത്. ഇനി നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കും. ഏറ്റവും അവസാനത്തെ എക്സ്പയറി സെൻസെക്സ്. അപ്പോൾ നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ബൈ ഓൾ.